ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ 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 നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ശരിയായ രീതിയിലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധിക്കാത്ത ഒരു സമയമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റുന്നുണ്ടാവില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ഒരു സ്നേഹവും ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ ലൈഫിൽ ഒന്നും തന്നെ ഒരു റോങ് ആയി നടന്നില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക്, അല്ലെങ്കിൽ നടക്കില്ല. നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ ഒരു തെറ്റായ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കില്ല എന്ന് അവർക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഒന്നും അങ്ങനെ നടന്നതുമില്ല. പക്ഷെ ഇപ്പോ അവരെന്ത് ചെയ്താലും അത് റോങ് ആയിട്ട് വന്ന് ഭവിക്കുകയാണ് അവരുടെ ലൈഫിൽ. ആ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർക്ക് ഒത്തിരി ന്യൂ ഐഡിയാസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു ഫലപ്രദമായ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ സാധിക്കുന്നില്ല എന്നൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ 10 of Wands ആണ് ഇവിടെ കിട്ടുന്നത്. 10 of Wands എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു സ്മൈല് കാണാനായിട്ട് വളരെയധികം അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഒരു ചിരി കാണാനായിട്ട് അവർ ഒത്തിരി ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ അവര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എപ്പോഴും തന്നെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റയ്ക്ക് ജോലി എന്നല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യണം. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും നിങ്ങൾ മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു രീതിയിലായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുകയാണ്. ആ ഒരു നിങ്ങളുടെ സ്ട്രഗിൾസും എല്ലാം അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എന്തെങ്കിലും വരാൻ സാധിച്ചു കഴിഞ്ഞാലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും മ്യൂച്വൽ റെസ്പെക്ട് തന്നുകൊണ്ട് മുന്നോട്ട് പോകാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടും അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ സോൾസിന്റെ എനർജി വരുമ്പോൾ ശരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു ബെറ്റർ ആയിട്ടുള്ള ഒരു സമയം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒൺലി ബെറ്റർ ടൈം അതായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ പോയതിനു ശേഷം അവർ വളരെയധികം തകർന്നു പോയി. എല്ലാ പ്രശ്നങ്ങളും അവർക്ക് വന്നു. ഒത്തിരി പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പല മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ വന്നു. പല സിറ്റുവേഷൻസിൽ പെട്ട് അവരിങ്ങനെ ഡ്രാഗ് ചെയ്ത് അവരെ വലിച്ചുകൊണ്ട് പോയി. പക്ഷെ ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് തുടങ്ങണം എന്ന് അവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയമായിരുന്നു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം, അല്ലെങ്കിൽ ഒൺലി ടൈം അതായിരുന്നു ബെറ്റർ ആയിട്ടുള്ള അവരുടെ ലൈഫിൽ എന്ന് ഈ ഒരു സമയത്ത് അവർ ഓർക്കുന്നുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ നമുക്ക്
റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും നിങ്ങൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇത് കഴിഞ്ഞിട്ടില്ല. ഒരവസരം ഇനിയും അവർ ചോദിക്കുകയാണ്, ഇനി ഒരു അവസരം എനിക്ക് കിട്ടുമോ എന്ന് അവരോട് തന്നെ ചോദിക്കുന്നു. നിങ്ങളോടും അത് ചോദിക്കാനായിട്ട് അവരെ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഇനി ഒരു അവസരം കിട്ടണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് വളരെയധികം. നിങ്ങൾ ഓരോ കൊച്ചു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവർ ആ ഒരു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ അവരെ അപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവരെ പ്രശംസിച്ചിട്ടുണ്ട്. നല്ല കാര്യമായി, അതങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരത് ചെയ്തില്ല. ഈ റിലേഷനിൽ നിന്ന സമയത്ത് അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരണം ഇനി എന്ന് അവർ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളോട് പറയാനായിട്ടും അവർ ആഗ്രഹിക്കുന്നു. പിന്നെ ഇവിടെ വരുന്ന ഒരു എനർജി കിങ് ഓഫ് വാൻസ്. ഓക്കെ, ഇവിടെ ഒരു നല്ല രീതിയിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരുന്നു നിങ്ങൾ എന്നാണ് അവർ നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വളരെ കംഫോർട്ടബിൾ ആയിരുന്നു. നിങ്ങൾ അവരെ സ്നേഹിച്ചതുപോലെ അല്ലെങ്കിൽ കെയർ ചെയ്ത് പിടിച്ചതുപോലെ അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതൊന്നും തന്നെ ഒരു സ്നേഹമോ കെയറിങ്ങോ ഒന്നും തന്നെ അവർക്ക് തിരിച്ചു തരാനായിട്ട് കഴിഞ്ഞില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്ത് അവർ ഈ ഒരു സമയത്ത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരെ സ്നേഹിച്ചതും കെയർ ചെയ്തതും ഒക്കെ അവർ ഈ ഒരു സമയത്ത് ഓർക്കുന്നുണ്ട്. അതിനൊക്കെ നിങ്ങളോട് ഒരു നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ അവർക്കുണ്ട് എന്നുള്ള കാര്യവും നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവർക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അവരുടെ ലൈഫിൽ ഒരിക്കലും അവർക്ക് ഉണ്ടായിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സെലിബ്രേഷൻ എല്ലാം അവർ എപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഒരിക്കലും അവർ ഇനി ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ വന്ന് റീസ്റ്റാർട്ടിൽ പോയില്ലെങ്കിൽ കൂടി അവരുടെ ലൈഫിൽ അവർ ഒരിക്കലും ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ മറക്കില്ല എന്ന് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർക്ക് ഒരു പേഴ്സണൽ ലൈഫിലെ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവരെപ്പോഴും നിങ്ങളുടെ ഒരു മെമ്മറീസ് ആണ്. ഈ ഒരു വ്യക്തി ഒരു ആശ്വാസം കണ്ടെത്തുന്നത് നിങ്ങളുടെ ഒരു മെമ്മറീസിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം അവരെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ അവർക്ക് അവരുടെ ലൈഫിൽ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി പുതിയതായിട്ട് വരുന്നുണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഒപ്പം തന്നെ നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രോഗ്രസ് അവർക്ക് ഉണ്ടായേ എന്ന് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളെന്ന വ്യക്തി നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആണെന്ന് പറയാനും, അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുന്നില്ല എങ്കിലും ഈ ഒരു വ്യക്തി ഇനിയിപ്പോൾ ഭാവിയിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടായില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ ഒരു വ്യക്തി വിഷമിക്കുന്നില്ല. കാരണം എപ്പോഴും അവർക്ക് നിങ്ങളുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കിട്ടുന്ന അവര് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്നെടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലൂ മ്യൂസിക് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 days. ഓക്കെ, 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. റൈഡിങ് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു ക്ലൂ. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. പത്തനംതിട്ട ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പത്തനംതിട്ട ജില്ല. ഓക്കെ, 1981 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ G നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, 1 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നെയിൽ പോളിഷിനോട് ക്രേസുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ. ബേക്കർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 12 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 34 കിട്ടുന്നുണ്ട്. ഐസ്ക്രീം ലവർ, നിങ്ങളുടെ ഒരു പേഴ്സൺ ഐസ്ക്രീം ലവർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഐസ്ക്രീം ലവർ ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾ കാണുന്നുണ്ടാകാം, അതൊരു മാറ്റത്തിന്റെ ഒരു സൈൻ ആണെന്ന് മനസ്സിലാക്കുക. ചൈൽഡിഷ് ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ. ഓക്കെ, മോൾ ഓൺ റൈറ്റ് ചിക്സ്, റൈറ്റ് കവിള്, വലതേ കവിളിലെ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, 54 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെറ്റ് ലവേഴ്സ്. ഓക്കെ, പെറ്റുകളോടൊക്കെ ഒത്തിരി താല്പര്യമുള്ള, പെറ്റിനെയൊക്കെ വളർത്തുന്ന, പൂച്ച അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ വളർത്തുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്.
സെക്കൻഡ് സ്റ്റഡി ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. 1976 എന്ന് പറയുന്നൊരു വർഷവും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ നമുക്ക് കിട്ടുന്നത് 222 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ്. അപ്പോൾ ബട്ടർഫ്ലൈ സയൻസും അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സും ഒക്കെ നമുക്കിവിടെ ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മാറ്റത്തിന്റെ സൈനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു ക്ലൂസും ഒക്കെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കമന്റ് വഴി അറിയിക്കുകയാണെങ്കിൽ നമ്മളത് റീഡിങ് എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.